പ്രിയപ്പെട്ട ദൈവജനമേ, പ്രിയപ്പെട്ട സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ തന്നെ നമ്മൾ ഒറ്റപ്പെടുത്തി പോയാലും നമ്മളെ ഒറ്റപ്പെടുത്താത്ത ഒരു സർവശക്തനായ ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് നാളെ എന്താകും, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് നമ്മൾ വളരെ ഭാരങ്ങളും പ്രയാസങ്ങളിൽ കൂടെയൊക്കെയും നമ്മൾ കടന്നു പോകുവാനായിട്ടിടയായിത്തീരും. നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ ചുറ്റുപാടുള്ളവരും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും നമ്മളെ ഒന്നുപോലെ സ്നേഹിച്ചൊരു സമയമുണ്ടാകാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വീഴ്ച കടന്നു വന്നു കഴിയുമ്പോൾ അവരൊക്കെ നമ്മളെ വിട്ടുമാറി കടന്നുപോയ ഓരോ അനുഭവങ്ങളും ഓരോ മനുഷ്യരുടെ ജീവിതത്തിലുണ്ട്. അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവം നമ്മളെ ചിലത് തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മുഖാന്തരമാണെന്ന് നമ്മൾ അത് മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീരണം. നമ്മുടെ ജീവിതത്തിൽ ഒരു വേദനയും ഒരു പ്രയാസവും ഒരു ദുഃഖവും കടന്നു വരുമ്പം പെട്ടെന്ന് നമ്മൾ തളർന്നു പോകാനല്ല, നമ്മൾ ചിന്തിക്കണം, ദൈവത്തിന് നമ്മൾ നന്ദിയുള്ളവരായിട്ട് ഇരുന്നിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ടിടയായിത്തീരണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മുടെ വീഴ്ചയിൽ ആരാണോ നമുക്ക് തുണയായിട്ട് നിൽക്കുന്നത്, നമ്മുടെ വീഴ്ച സമയത്ത് ആരാണോ നമ്മുടെ കൂടെയുള്ളത്, അവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. ക്രൈസ്തലോ, നമുക്ക് സമ്പത്തുള്ളപ്പോൾ, നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നമ്മളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പ്രാപിക്കാം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എന്തെങ്കിലും നേടാം എന്ന് പറഞ്ഞ് വരുന്ന സുഹൃത്തുക്കളുണ്ട്, പലതരത്തിലും മനുഷ്യരുണ്ട്. എന്നാൽ നമ്മൾ ശൂന്യമായി പോകുമ്പോൾ നമ്മളെ വലിച്ചെറിയുന്ന ഒരു കൂട്ടം മനുഷ്യരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എങ്കിലും നമ്മളെ വലിച്ചെറിയാത്ത നല്ലവനായ ഒരു യേശു കർത്താവ് നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. ആ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കരത്തിൽ വഹിച്ചിരിക്കുന്നു. ക്രൈസ്തലോ, പെറ്റതള്ള മറന്നു പോയാലും, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും പെറ്റതള്ളയെക്കാളും ഉറ്റു സ്നേഹിക്കുന്ന ഒരു യേശു, ഒരു സഖി നമുക്ക് വേണ്ടി ഉണ്ട് എന്ന് നമ്മൾ ഈ ഭൂമിയിലെ മരുവാസം തീരുവരെയും നമ്മളെ നടത്തുവാൻ ആ ദൈവം ശക്തനാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ക്രൈസ്തലോ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു വരുന്ന ശോധനയും വേദനകളും ക്രൈസ്തലോ നമ്മളെ തകർത്ത് കളയുവാനല്ലെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ നന്ദി കരകയറ്റിയ നിശ്ചയമായും ആ നല്ല സഹിത്വം, ദൈവത്തിൻ്റെ സഹിത്വം നമ്മളോട് കൂടെ ഉണ്ടാകുവാനായിട്ടിടയാകും. ആരൊക്കെ തന്നെ നമ്മൾ ഒറ്റപ്പെടുത്തിയാലും അവിടേക്ക് നമ്മുടെ കർത്താവിൻ്റെ കരം നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു രാത്രികാലം എല്ലാവർക്കും നല്ല ഉറക്കം ദൈവം നൽകി മാനിക്കട്ടെ. രാവിലെ കാലം കർത്താവിനെ എഴുന്നേറ്റ് സ്തുതിപ്പാൻ, നാളത്തെ ദിവസം കാണുവാൻ കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.